അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരുപാട് തിരക്ക് വരുന്ന ഞായറാഴ്ചകളിൽ മാത്രമാണ് ഞാൻ സാധാരണ കട തുറക്കാറുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ശിവരാത്രി ഉത്സവത്തിൻ്റെയൊക്കെ നല്ല തിരക്കായിട്ടുള്ള ടൈം തന്നെയാണ്. എങ്കിൽ പോലും നമ്മുടെ അടുത്തുള്ള കണ്ടാന ക്ഷേത്രത്തിൽ നിന്നും ഇന്നൊരു ദണ്ഡെഴുന്നള്ളിപ്പെന്നും പറഞ്ഞൊരു ചടങ്ങുണ്ടേ. നമ്മുടെ സാധാരണ നേരത്തേക്ക് വീടുകളിൽ പറ വരും പോലെ തന്നെ ഇതവിടുത്തെ ആ ഒരു ദണ്ട് നമ്മുടെ വീട്ടിലേക്ക് എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്ന ചടങ്ങാട്ടോ. അപ്പോൾ ഇത് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന ഒരു വഴിയാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും മൊത്തത്തിൽ നിന്ന് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ ഈ അടിച്ചുകൂട്ടുന്ന ചവറൊക്കെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കും. ശിവരാത്രി വരുമ്പോഴേക്കും നമുക്ക് അത് വെച്ചിട്ടൊക്കെയാണ് ഇനി തടി ചൂടാനൊക്കെ ഉള്ളത്. രാവിലത്തെ ചായ കൂടി കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പണി ഉണ്ടായിരുന്നത് വീട് കഴുകി വൃത്തിയാക്കലായിരുന്നു കേട്ടോ. അപ്പോൾ 2 മുറി കൂടി ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്തതിൻ്റെ ടൈല് പണിയും പിന്നെ വയറിങ് ഒക്കെ കഴിഞ്ഞ ദിവസമാണ് തീർന്നത്. വീടിൻ്റെ പണി മുഴുവനായിട്ട് അങ്ങ് തീർന്നിട്ടില്ല. ഇനി പെയിൻറ്റിങ്ങും അല്ലറ ചില്ലറ കുറച്ച് പണിയും കൂടിയൊക്കെ തീർക്കാനുണ്ട് കേട്ടോ. പിന്നെ ഉച്ചക്കത്തെ ആ ഒരു ഭക്ഷണവും കൂടിയൊക്കെ ശരിയാക്കി വെച്ചിട്ട് ദണ്ട് വരാനുള്ള ഒരു കാത്തിരിപ്പിലാണ് കേട്ടോ. പിന്നെ ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ ചടങ്ങൊന്നുമില്ല. നമ്മൾ എഴുന്നള്ളിച്ച് വരുന്ന ഒരു സമയത്ത് വിളക്ക് കത്തിച്ച് വെച്ചിട്ട് വീട്ടിലെല്ലാം എല്ലാവരും അനുഗ്രഹം വാങ്ങിക്കണ ആ ഒരു ഇത് മാത്രമേ ഉള്ളേ. സാധാരണ ഞങ്ങളുടെ പ്രദേശത്തൊക്കെ ഒരു ഉച്ചക്ക് മുമ്പായിട്ടാണ് വന്ന് പോവാറുള്ളത്. പക്ഷേ ഇത് ഇത്തവണ വന്നപ്പോഴേക്കും ഏകദേശം ഒരു 4 മണിയോടുകൂടിയൊക്കെ ആയിട്ടാണ്. എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്ന ആൾക്കാർക്കാണെങ്കിൽ അറിയാൻ പറ്റും. ഇതുപോലെ വീട്ടിൽ തന്നെ ഒരു സ്റ്റിച്ചിങ് റൂം എന്നുള്ളത് എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ്. ഞാനിപ്പോൾ ഒന്ന് നിറവേറ്റിയിരിക്കണത്. അപ്പോൾ ഇന്ന് ഞാൻ ആ ഒരു റൂമിലേക്ക് എല്ലാം മാറ്റിയിട്ട് എല്ലാം ഒന്ന് ക്ലീനൊക്കെ ചെയ്തിട്ട് ഇന്ന് മുതൽ ഞാൻ എൻ്റെ റൂമിൽ വർക്കുകളൊക്കെ തുടങ്ങുവാണേ. അപ്പോൾ ആദ്യം എനിക്ക് ചെയ്യാനുണ്ടായിരുന്നത് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ശിവരാത്രിക്ക് വേണ്ടിയിട്ടുള്ള കുറേ ബ്ലൗസിൻ്റെ കാര്യങ്ങളും കുറച്ച് വർക്കുകളൊക്കെ തീർക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു എംബ്രോയ്ഡറി വരുന്ന ഈ ഒരു ബ്ലൗസാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ ഈ ഒരു റൂമിലിരുന്ന് വർക്ക് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, ഇനിയിപ്പോൾ കടയിലുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങോട്ട് മാറ്റാൻ പോകുവാണെന്നുള്ളത്. അതൊരിക്കലും ഇല്ല. നമുക്ക് കട അതുപോലെ തന്നെ ഉണ്ടാവും. എനിക്ക് വീട്ടിൽ തിരക്ക് വരുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്കിപ്പോൾ രാത്രിയൊക്കെ ആണെങ്കിൽ ഇരുന്നൊന്ന് വർക്ക് ചെയ്യാനോ അങ്ങനെയുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ എപ്പോഴും നമുക്ക് ഇതേപോലെ നമ്മുടേതായിട്ടുള്ള ഒരു സ്പേസ് എന്ന് പറയുന്നത് സ്റ്റിച്ച് ചെയ്യണ എല്ലാ ആൾക്കാരുടെയും ഒരു വലിയൊരു സ്വപ്നം തന്നെയാണല്ലോ. പക്ഷേ ഈ ഒരു റൂമിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തേപ്പും വയറിങ്ങും കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ മെഷീൻ അങ്ങോട്ട് പിടിച്ചിട്ടെന്നേ ഉള്ളേ. വേറെ വർക്കും കാര്യങ്ങളൊന്നും തീർത്തിട്ടില്ല. നമുക്ക് അത്യാവശ്യം വരുന്ന വർക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും കടയിൽ തീർന്നില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് ചെയ്യാമല്ലോ.